കോയിക്കൽ കൊട്ടാരം. പൗരാണിക കാലത്തിൻ്റെ തിരുശേഷിപ്പുകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട്. രാജകാലത്തിൻ്റെ ഓർമ്മകൾ അവശേഷിപ്പിക്കുന്ന കൊട്ടാരങ്ങളും കോട്ടകളും പറയുന്നത് നമ്മുടെ നാടിൻ്റെ ചരിത്രവും കൂടിയാണ്. 17-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നിലനിന്നിരുന്ന പരമ്പരാഗത വാസ്തുവിദ്യയുടെ പ്രതീകമാണ് വേണാടിൻ്റെ ഈട് ശാഖയായ പേരകത്തവരി സ്വരൂപത്തിൻ്റെ ആസ്ഥാനമായ കോയിക്കൽ കൊട്ടാരം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ നെടുമങ്ങാട് ടൗണിൽ സത്രം ജംഗ്ഷനിലാണ് കോയിക്കൽ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. കേരളീയ വാസ്തുവിദ്യയുടെ മഹത്തായ പാരമ്പര്യം വിളിച്ചോതുന്ന ഈ കൊട്ടാരം 1677-1684 കാലഘട്ടത്തിൽ വേണാട് രാജവംശത്തിലെ രാജ്ഞിയായിരുന്ന ഉമയമ്മ റാണിക്കു വേണ്ടി നിർമ്മിച്ചതാണെന്നാണ് കരുതപ്പെടുന്നത്. 2 നിലകളുള്ള ഈ രാജകീയ വസതി തെക്കൻ കേരളത്തിലെ മധ്യകാല വാസ്തുവിദ്യയുടെ പൂർണ്ണതയെ പ്രതീകപ്പെടുത്തുന്നു. വേണാട് ഭരണാധികാരികൾ നിർമ്മിച്ച ഏറ്റവും പുരാതനമായ കൊട്ടാരമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഈ പഴയ കൊട്ടാരം പരമ്പരാഗത നിർമ്മിച്ച 2 നിലകളുള്ള 4 കെട്ടാണ്. അലങ്കരിച്ച തൂണുകൾ, നീളമുള്ള ഇടനാടികൾ, കരിങ്കല്ലുപാകിയ നടുമുറ്റത്തിന് ചുറ്റുമുള്ള വരാന്തയുടെ 4 വശങ്ങളിലും മനോഹരമായി കൊത്തിയ കരിങ്കൽ തൂണുകളും കാണപ്പെടുന്നു. കൂടാതെ കോയിക്കൽ കൊട്ടാരത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇവിടെയുള്ള ഫോക്ലോർ ഉപകരണങ്ങളും അപൂർവ നാണയ ശേഖരവും. അപൂർവ പുരാതന നാണയങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംഗീതോപകരണങ്ങൾ, തൊഴിലുപകരണങ്ങൾ, വീട്ടുപകരണങ്ങൾ, നായാട്ടുപകരണങ്ങൾ, കലപ്പ, മരവും കല്ലും കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങൾ, മൺപാത്രങ്ങൾ, പത്തായം, തൂക്കം അളക്കുന്ന ഉപകരണങ്ങൾ, തെയ്യം തുള്ളൽ, തിറ, മുടിയേറ്റ്, ഐവർകളി, പടയണി, കുമ്മാട്ടി, നാടോടി തുടങ്ങിയ കലാരൂപങ്ങളുടെ മാതൃകകൾ തുടങ്ങി സമ്പന്നവും വൈവിധ്യപൂർണവുമായ പ്രദർശനങ്ങളിലൂടെ ഭൂതകാലത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം വെളിപ്പെടുത്തുന്ന വിലമതിക്കാനാകാത്ത ചരിത്ര ശേഷിപ്പുകളാലും അപൂർവ ചരിത്ര രേഖകളാലും സമ്പന്നമാണ് ഈ കൊട്ടാരം. ഇവിടെ ഗാലറിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദാരുശില്പങ്ങളുടെ ശേഖരമാണുള്ളത്. അവയിൽ ഭൂരിഭാഗവും നെടുമങ്ങാട് മുത്താരമ്മൻ ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ചവയാണ്. കൊട്ടാരത്തിൻ്റെ താഴത്തെ നിലയിലെ ഒരു മുറിയിൽ ഭൂഗർഭ പാതയുണ്ട്. അത് കരിപ്പൂരിലെ മറ്റൊരു പഴയ കൊട്ടാരവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. കരിപ്പൂര് മുൻപുണ്ടായിരുന്ന ആ കൊട്ടാരം ഇന്ന് നിലവിലില്ല. കൊട്ടാരത്തിന് പുറത്ത് ചുമട് താങ്ങി യാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്ന വില്ലുവണ്ടി, കുതിരവണ്ടി തുടങ്ങിയവയും നമുക്ക് കാണാം. തിങ്കളാഴ്ചയും മറ്റു ദേശീയ അവധികളിലും മ്യൂസിയത്തിന് അവധിയാണ്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെയുമാണ് പ്രവർത്തന സമയം. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. മൊബൈൽ ക്യാമറ സ്റ്റിൽ 10 രൂപ, മൊബൈൽ വീഡിയോ ഷൂട്ട് 150, സ്റ്റിൽ ക്യാമറ 150, പ്രൊഫൈൽ വീഡിയോ ഷൂട്ട് 500 എന്നിവയാണ് ടിക്കറ്റ് നിരക്കുകൾ. കൊട്ടാരത്തിനകത്ത് സ്റ്റിൽ ഫോട്ടോഗ്രാഫി മാത്രമേ അനുവദിക്കുകയുള്ളൂ. കൊട്ടാര പരിസരത്ത് മനോഹരമായൊരു പൂന്തോട്ടം ഒരുക്കിയിട്ടുണ്ട്. കല്യാണത്തിന്, സേവ് ദ ഡേറ്റും മറ്റ് ഫോട്ടോഷൂട്ടും എടുക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരിടം കൂടിയാണ് കോയിക്കൽ കൊട്ടാരം. നെടുമങ്ങാട് സാമാന്യ വിസ്തൃതവും വിജനവുമായ നെടിയവൻ കാടുകൾ നിറഞ്ഞ സ്ഥലമായിരുന്നുവെന്നും നെടിയവൻ കാട് ലോപിച്ച് നെടുവൻകാട് ആയി എന്നും പിന്നീടത് കാലക്രമേണ നെടുമങ്ങാട് ആയി മാറി എന്നുള്ളതാണ് ചരിത്രം. കൊട്ടാരവളപ്പിൽ ഒരു ചെറിയ കുളമുണ്ട്. ഇപ്പോഴും അത് മനോഹരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വേണാട് ഭരണാധികാരികളുടെ മറ്റു പല കൊട്ടാരങ്ങളെയും പോലെ ഈ കൊട്ടാരത്തിനും ഒരു ക്ഷേത്രം കാണാം. കൊട്ടാരത്തിനോട് ചേർന്നിരിക്കുന്ന കോയിക്കൽ മഹാദേവ ക്ഷേത്രം അർദ്ധനാരീശ്വര പ്രതിഷ്ഠയാണിവിടെ. അതിലേക്ക് കൊട്ടാരത്തിൽ നിന്നൊരു പ്രവേശന കവാടവും ഉണ്ട്. തിരുവനന്തപുരത്ത് വരുന്ന സഞ്ചാരികൾ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു ചരിത്ര സ്മാരകമാണ് കോയിക്കൽ കൊട്ടാരം.